ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വപ്നയുടെ കാര്യം പറഞ്ഞിട്ട് ഗിരി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സഞ്ജയാണ് കാണിക്കുന്നത്. സഞ്ജയുടെ അരികിലോട്ട് ചാച്ചു വരികയാണ്. എടാ, ആ പീതാംബരം ഇപ്പോൾ എത്തും, ഇനി എന്താ നീ ചെയ്യുന്നത്? അയാളെ നീ മര്യാദക്ക് കൈകാര്യം ചെയ്തോ, അല്ലെങ്കിൽ അയാളൊരു തലവേദനയാണ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ, അല്ല ശാലിനി എവിടെ? അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. എന്തായാലും അവൾ ഇവിടെ ഇല്ലാഞ്ഞത് ഭാഗ്യമെന്ന് സഞ്ജയ് പറയാൻ കേട്ടോ. അപ്പോഴാണ് പീതാംബരൻ കയറി വരുന്നത്. അങ്ങനെ പീതാംബരനെ കണ്ട ഉടൻ തന്നെ പീതാംബരൻ എന്നെപ്പറ്റിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതൊന്നുമല്ല പീതാംബരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് ചേട്ടൻ്റെ വിവരങ്ങൾ എന്താ എന്നൊക്കെ പറയുമ്പോൾ, കുഴപ്പമില്ല മോനെ, ചാച്ചു ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തേ എന്ന് പറഞ്ഞിട്ട് ചാച്ചുവിനെ പറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ ചാച്ചു ജ്യൂസുമായി വരികയാണ്. ഇത് കൊടുക്കുകയാണ്. ഉടൻ തന്നെ എനിക്ക് തരാനുള്ള പണം എന്തേ എന്ന് പീതാംബരം ചോദിക്കുമ്പോൾ, ഇതാ 10 ലക്ഷം രൂപ എന്ന് പറയട്ടോ. ഞാൻ 10 ചോദിച്ചത്, അതറിയാം, പക്ഷേ ഇപ്പം തൽക്കാലം 10 ഉള്ളൂ, അത് കയ്യിൽ വെച്ചേക്ക്, ഇനി ബാക്കി വരെ വെച്ചേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ശരി ഞാനത് ചെയ്യാം, എന്തായാലും നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും എന്നൊക്കെ എങ്ങനെ പറയണേ. എന്തായാലും നടുവിന് വല്ലാത്ത വേദന. അപ്പോൾ സഞ്ജയുടെ വണ്ടിയുടെ കീ അങ്ങനെ ടേബിളിൽ കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, എൻ്റെ നടുവിന് വല്ലാത്ത വേദന, എന്താണെന്നറിയില്ല, വളരെ വേദനയുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ വണ്ടിയാണെങ്കിൽ പണി മുടക്കിയിരിക്കുന്നു. എന്നാൽ ഈ സമയം ഓട്ടോയിൽ വന്നതുകൊണ്ട് തന്നെ, ഈ കട്ട റോഡായതുകൊണ്ട് തന്നെ തലക്കും നടുവിനും ഒക്കെ നല്ല വേദനയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. പിന്നീട് സഞ്ജയുടെ വണ്ടിയുടെ ചാവി എടുക്കുക. ചാച്ചുവിന് കാര്യം പിടികിട്ടി, സഞ്ജയ്ക്ക് പിടികിട്ടിയില്ല കേട്ടോ. അങ്ങനെ ചാവി എടുത്തിട്ട്, ഇത് ഏതാടാ, ആ മുറ്റത്ത് കിടക്കുന്ന വണ്ടി ഏതാ, അത് നല്ല വണ്ടിയാണല്ലോ. അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയുന്നത്, ഇത് 2 മാസമായുള്ളൂ ചേട്ടാ ഞാൻ വാങ്ങിയിട്ട്. പണമില്ല, ടൈറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെങ്ങനെ വണ്ടിയൊക്കെ മേടിക്കാൻ കഴിഞ്ഞു. അത് കേൾക്കുന്ന സഞ്ജയ് മുഖം ഒന്ന് ഇടറുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സഞ്ജയുടെ ആ വാക്കുകൾ കേട്ട് പീതാംബരൻ പറയണത്, അല്ല ഗോപാൽജിയുടെ വരവ് എന്തായി? ഡൽഹിയിൽ നിന്ന് വരാനായിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും എന്നൊക്കെ ഇങ്ങനെ ഗോപാൽജിയെ കുറിച്ചിട്ട് സഞ്ജയ് പറയണേ. എന്നാൽ ഞാൻ ഈ വണ്ടി എടുക്കണം കേട്ടോ, എനിക്ക് പഴയതുപോലെ യാത്ര ചെയ്യാനൊന്നും വയ്യ, അതുകൊണ്ട് നിങ്ങൾ തരാനുള്ള പണം തന്നതിന് ശേഷം ഞാനിത് തരാം. അല്ല ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവലാണോ? ഓട്ടോമാറ്റിക് ആണെന്ന് പറയണേ. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ സഞ്ജയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ സഞ്ജയ് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്നു കേട്ടോ. ഇതേ സമയം ചാച്ചു പറയണേ, എടാ എന്താണ് നിനക്ക് വിവരമില്ല ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നത്? അവൻ നീ വിചാരിച്ചത് അയാളെ ചേട്ടാ ജ്യൂസൊക്കെ എന്ന് വിളിച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മനസ്സ് മാറുന്ന, പക്ഷേ അയാൾ കണ്ണിങ്ങുള്ള ആളാണ്. അതുകൊണ്ടാണ് നിന്നെ എത്ര നൈസായി പറ്റിച്ചാണ് അയാൾ ഇവിടെ നിന്ന് വണ്ടിയുടെ ചാവിയും പണമൊക്കെ ആയിട്ട് പോയത് എന്ന് പറയുമ്പോൾ, ആ ഗിരി ഉണ്ടാക്കിയ തലവേദന, ഗിരി കാരണമാണ് ഇതൊക്കെ. ഇപ്പോൾ ഗിരി നമ്മുടെ തലയിൽ ഇട്ടതിന് ശേഷം നമുക്കുള്ള തലവേദന എന്തൊക്കെയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിൻ്റെ അച്ഛൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കാതിരിക്കാൻ കാരണം ഗിരിയാണ്, അല്ലെങ്കിലും എൻ്റെ ചാച്ചുവിന് ഗിരിയോട് കുറച്ച് സോഫ്റ്റ് കൂടുതലാണല്ലോ, അതൊക്കെ വിട്ടേക്ക് നീ എന്ന് പറയാനിട്ടാ. ഇതേ സമയം ശാലിനിയാണ് കാണിക്കുന്നത്. ഗിരി തൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ ശാലിനി ഗിരിയുടെ ബൈക്കിൻ്റെ തൊട്ടരികിൽ നിൽക്കണം. അപ്പോൾ ഗിരി അത് കാണണം. ശാലിനി പതിവ് പോലെ തന്നെ ഇന്നും എന്നെ കാണാൻ ഇവിടെ വന്നിട്ട് നിൽക്കണം. പതിവ് പോലെ തന്നെ നിന്നെ കാണാൻ നിൽക്കുക തന്നെ ചെയ്യുന്നത്. എന്നാൽ ആദ്യം നിന്നിരുന്നത് ചെറുപ്പം മുതലേ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ സ്നേഹം നിന്നോട് തുറന്നു പറയുകയും ചെയ്തതാണ്. പക്ഷേ നീ എന്തോ എന്നെ സ്നേഹിച്ചില്ല. വിവാഹം കഴിഞ്ഞിട്ടും നീ ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം ചെയ്ത പെണ്ണിനെ ഉപേക്ഷിച്ച് നീ എൻ്റെ മുന്നിലോട്ട് വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതും നീ വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ, അതിനിപ്പോൾ എന്താ നിനക്ക് വേണ്ടത്? എന്നാൽ നിന്നോട് ഞാനിപ്പോൾ പറയുന്നു, സ്നേഹിച്ചതും ഞാൻ നിന്നെ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ വെറുത്തതും ഞാൻ നിന്നോട് പറയുന്നു. ഇനി മുതൽ നീ എനിക്ക് ശത്രുവാണ്, ഇതുവരെ മിത്രമായിരുന്നു, എനിക്ക് നീ ശത്രുവാണ്, നീയും ആ മഞ്ജുവും എന്ന് പറയുമ്പോൾ ഗിരി, എടി നീ എൻ്റെ മഞ്ജുവിനെ തൊട്ട് കളിച്ചാൽ എൻ്റെ അച്ഛന് കൊടുത്ത ആ വാക്കുണ്ടല്ലോ, പെണ്ണുങ്ങളെ തല്ലില്ല എന്നുള്ള വാക്ക്, അതങ്ങ് തെറ്റിച്ചിട്ട് എൻ്റെ കാരണം നോക്കി ഞാൻ പുകക്കാനും മടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കടി എൻ്റെ വണ്ടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് ഗിരി വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം മഹിമയാണ് കാണിക്കുന്നത്. മഹിമ തൻ്റെ കോളേജിലെ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ കയറി വരുന്നത്. അങ്ങനെ മുകുന്ദൻ മഹിമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹിമ തൻ്റെ കൂട്ടുകാരികളോട് പറയണേ, നിങ്ങൾ പോയിക്കോളൂ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയണ്ട. എന്താ വക്കീലെ പതിവില്ലാതെ ഒരു കോളേജിലോട്ടൊക്കെ വരവ്? എന്താ മഹിമേ, നീ ഇപ്പോൾ കുറച്ച് ദിവസമായി ട്യൂഷൻ എടുക്കാൻ എൻ്റെ വീട്ടിലോട്ടൊന്നും വരുന്നില്ലല്ലോ, അതെന്താ ട്യൂഷനൊക്കെ നിർത്തിയില്ല വക്കീലെ? കോളേജിലെ വൈഫൈ വെച്ചും ഹോസ്റ്റലിലെ വൈഫൈ വെച്ചൊക്കെ അങ്ങ് ട്യൂഷൻ നടത്തുന്നു, അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു. അപ്പോൾ എന്താ നിൻ്റെ വീട്ടിലോട്ട് വന്നാൽ? അതെ എൻ്റെ വക്കീലെ, ഞാൻ വക്കീലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയാണ്, ഞാൻ അവിടെ വരുംതോറും വക്കീൽ എന്നെ ചെറിയ കുട്ടിയാക്കിയിട്ടാണ് കണക്കാക്കുന്നത്. എൻ്റെ സംസാരം എൻ്റെ പ്രവൃത്തിയൊക്കെ വക്കീലിന് ഞാനൊരു ചെറിയ കുട്ടിയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്ന് ഞാനൊരു മുതിർന്ന കുട്ടിയായി തോന്നുന്നു അന്ന് വക്കീലിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരുള്ളൂ, വക്കീലിൻ്റെ മുന്നിൽ വരുള്ളൂ. അപ്പോൾ അത് കേൾക്കുന്ന മുകുന്ദന് ഭയങ്കര വിഷമമാണ്. അങ്ങനെ മഹിമ അങ്ങ് പോകുമ്പോൾ മുകുന്ദൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അവൾ ചെറിയ കുട്ടി എന്ന് പറയുന്നത്
ഞാൻ അവളെ ഇഷ്ടമാണെന്ന് തുറന്ന് പറയാത്തതിലാണോ? എന്നാൽ ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ മുതിർന്ന കുട്ടി എന്ന ഒരു ഇത് അവളിൽ വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ ഇഷ്ടം അവളോട് ഇപ്പം തന്നെ പറയാമെന്ന് കരുതി പോകുമ്പോൾ ഇപ്പുറത്ത് അബിയും തൻ്റെ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട്. നിൻ്റെ കള്ളികളെല്ലാം വിളിച്ച് തവാൻ പോവടാ, അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹിമയ്ക്ക് പിറകെ അങ്ങ് പോകുന്നത് കാണുമ്പോൾ അബി പിറകെ നിന്ന് വിളിക്കാനേട്ടാ വക്കീലേ എന്ന് പറഞ്ഞ് വിളിക്കാനേട്ടോ. ഇതേ സമയം ഞാൻ പിന്നെ സംസാരിക്കാം അബി, നിന്നോട് സംസാരിക്കുന്നില്ല എന്നിങ്ങനെ മുകുന്ദൻ പറഞ്ഞ ഉടനെ തന്നെ അതോ വക്കീൽ ഇപ്പം മഹിമയെ വിട്ടേക്ക്, മഹിമ വല്ലാത്തൊരു ടെൻഷനാണ്. കഴിഞ്ഞ എക്സാമിന് അവൾക്ക് മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് പ്രൊഫസർ ഒരുപാട് വഴക്ക് പറഞ്ഞു. ആ വഴക്കിൻ്റെ ദേഷ്യത്തിന് ഞങ്ങളോടും നിങ്ങളോടൊക്കെയുള്ള കമ്പനി കൊണ്ടാണ് അവളുടെ മാർക്ക് കുറയുന്നതെന്നൊരു തോന്നൽ അവളിലുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നിയിട്ട് വക്കീൽ അങ്ങ് പോകുമ്പോൾ ഇവനെ പോലത്തെ ഒരു പൊട്ടനെ എന്തായാലും നിനക്ക് തിരിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് അവയുടെ കൂട്ടുകാരൻ പറയുന്നു കേട്ടോ. ഈ സമയം പീതാംബരനെയാണ് കാണിക്കുന്നത്. പീതാംബരൻ തൻ്റെ കാറെടുത്ത് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ ഗിരി മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ ഗിരി എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിപ്പിക്കുകയാണ്. അങ്ങനെ ഗിരി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗിരി, നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, നിന്നോട് ഞാൻ പണം ചോദിച്ചു, പക്ഷേ നീ എന്നെ പുറങ്കാലം കൊണ്ട് തട്ടി, എന്നാൽ എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയിരിക്കുന്നു. അത് കേൾക്കുന്ന ഗിരി പറയുന്നത് നിനക്ക് ഈ നാട്ടിൽ നിന്ന് വിടേണ്ട സമയമായില്ല, ഇനി എന്നാണ് ഈ നാട്ടിൽ നിന്ന് പോകുന്നത്? അത് കേട്ട ഉടനെ അതിന് എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയാൽ ഞാൻ പോവും, എനിക്കിപ്പോൾ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്, പിന്നെ സഞ്ജയുടെ വണ്ടിയും പിടിച്ചെടുത്ത് അവൻ എനിക്ക് പണം തിരികെ തരട്ടെ, അപ്പോൾ അവൻ്റെ വണ്ടിയെ അങ്ങ് കൊടുക്കും. കാരണം ഇതുപോലെ ഒരു ദിവസം അവനും അവൻ്റെ അച്ഛനും മറ്റുള്ളവരൊക്കെ ചേർന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വണ്ടി പിടിച്ചെടുക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് അവനെ അറിയട്ടെ, അക്കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു എന്നൊക്കെ പീതാംബരൻ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മുഖം കൊണ്ട് ദേഷ്യഭാവത്തിൽ പറയുമ്പോൾ എടോ, താൻ കഴിഞ്ഞത് പറയാനാണ് എൻ്റെ മുന്നിലോട്ട് വന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ പണം കൊടുക്കാനും നീ മനസ്സിൽ ഉദ്ദേശിക്കണം. അതില്ല എങ്കിൽ ഇതുപോലെ വണ്ടി പിടിച്ചെടുക്കാൻ പല ആളുകളും വരും, അവരുടെ പണം അവർക്ക് തിരികെ കിട്ടണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ, എന്തായാലും ഞാൻ നിനക്കൊരു ശത്രുവല്ല, അത് നീ ആലോചിച്ചോ എന്ന് പറയാണ് പീതാംബരൻ. എന്നിട്ട് പറയണേ ഗിരി, നീ പേടിക്കണ്ട, നീ എനിക്ക് പണം തന്നില്ല വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഞ്ജുവിനോട് ഞാനൊന്ന് തുറന്ന് പറയാനോ അതുപോലെ മഞ്ജുവിനോട് എന്തെങ്കിലും വെളിപ്പെടുത്താനോ മഞ്ജുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പറയാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്തായാലും ഞാൻ പോകുന്നു. എന്താ ഗിരി, നിനക്കൊരു നന്ദിയൊക്കെ പറയാം. അത് കേൾക്കുന്ന ഗിരി ഇങ്ങനെ നോക്കുമ്പോൾ ഗിരി, ഞാൻ നന്ദി വരവ് വെച്ചിരിക്കുന്നു, പക്ഷേ കൈ ഇങ്ങ് തന്നേക്ക്, നമുക്ക് കൈക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ച് ഗിരിയുടെ കയ്യിൽ അങ്ങ് പിടിക്കണം കേട്ടോ പീതാംബരൻ. അപ്പോൾ അത് കാണുകയാണ് വക്കീൽ. അങ്ങനെ ഗിരി വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാതെ പതറുന്നുണ്ട് കേട്ടോ. അങ്ങനെ പീതാംബരൻ അങ്ങ് പോകുമ്പോൾ വക്കീൽ വരികയാണ്. അവിടെ മുകുന്ദൻ വന്നിട്ട് ചോദിക്കുക, എന്താ ഗിരി നീ അയാളെ കണ്ടപ്പോൾ വല്ലാതെ പതറുന്നത്, അയാൾ എന്താണ് എന്നോട് പറഞ്ഞത്? ഒന്നുമില്ല, മഞ്ജുവിനോട് എന്തൊക്കെ പറയണമെന്ന് അയാൾക്കുണ്ട്, മഞ്ജുവിൻ്റെ അച്ഛൻ മാധവൻ മരിച്ചത് അയാൾ കാരണമല്ല എന്നൊക്കെ പറയണമെന്ന് അയാൾക്കുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാളിൽ ഒരു പരിഭ്രാന്തി ഞാൻ കണ്ടില്ല, നിന്നിലാണ് കണ്ടത്, നീ ചിരിക്കുകയാണ് ചെയ്തത്, നീ അയാൾ കാണുമ്പോൾ എന്തോ പേടിക്കുന്നുണ്ട്, എന്താടാ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും സത്യം മറച്ചു വെക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ പറ, ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തോന്നലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വാക്കുകൾ കൊണ്ട് തട്ടി മാറ്റുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ സ്വപ്നയാണ് കാണിക്കുന്നത്. സ്വപ്നം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാനുമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഭാനുമ്മ പറയണേ, എന്താടി നീ ഇങ്ങനെ, പിന്നെ ഞാൻ എന്ത് വേണം, എൻ്റെ അമ്മ അവർക്ക് മുന്നിൽ എന്നെ ഇട്ട് തല്ലിയതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് വേണ്ടത്, എന്നാലും എൻ്റെ അമ്മ എനിക്കൊപ്പം നിൽക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ തല്ലിയില്ലെങ്കിൽ ആ മഹിമ നിന്നെ തല്ലും, അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തല്ലിയത്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ എന്താടി ചെയ്യേണ്ടത് പറയുമെന്ന് പറയണേ. ഇതേ സമയം എനിക്ക് മടുത്തു അമ്മ, എല്ലാം കൊണ്ടും മടുത്തു. ഗിരിയേട്ടൻ്റെ ഈ ഏതിനും കുറ്റപ്പെടുത്തലും ഗിരിയേട്ടൻ്റെ ചെലവിൽ കഴിയുന്ന കുറ്റപ്പെടുത്തൽ കേട്ട് മടുത്തു, അതുകൊണ്ട് എനിക്ക് മടുത്തു, എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി, അതിനൊരു വഴിയുണ്ട് എന്ന് പറയണേ. അത് കേട്ട സ്വപ്നയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. എന്ത് വഴിയെന്ന് ഭാനുമ്മയോട് ചോദിക്കുമ്പോൾ ഭാനുമ്മ പറയണേ, കല്യാണം എന്ന് പറയട്ടെ. കല്യാണം എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവാണ്. എന്താ അമ്മയെ, അമ്മക്ക് ഞാൻ ഭാരമായത് കൊണ്ടാണ് എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതല്ല, കല്യാണം കഴിച്ചാൽ നിനക്ക് അവൻ്റെ ആട്ടും തുപ്പും അവൻ്റെ ചെലവിൽ വളർന്നു എന്നുള്ളതൊന്നും നിനക്ക് കേൾക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്നയുടെ ഉള്ളിൽ ഭാനുമ്മ തന്നെ ലഡു പൊട്ടിച്ചിരിക്കുന്നു കേട്ടോ.